ചാണ്ടി ഉമ്മൻ അദ്ദേഹമാണ് പറയുന്നത്, അദ്ദേഹത്തോട് പറയാതെ ഒഴിവാക്കി ഞാൻ രാജിവെച്ചു പോയേനെ എന്നുള്ളത്. അച്ഛന്റെ ഓർമ്മ ദിനത്തിലാണ് അത് സംഭവിച്ചതെന്ന്. ആരാണ് അച്ഛൻ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഒജി ജനീഷ് കഴിഞ്ഞ ദിവസം പറയണം, സാധാരണ നമ്മൾ മരിച്ചുപോയ മനുഷ്യരെ ശ്രീ കൂട്ടി പറയാറില്ല എന്നുള്ളത്. പക്ഷെ ശ്രീ ഉമ്മൻചാണ്ടി സാർ എന്നല്ലാതെ കോൺഗ്രസ്സുകാരിൽ ഒരാൾക്ക് ഇപ്പോഴും പറയാൻ കഴിയാത്ത, ഏറ്റവും അവരുടെ പരമാരാധ്യനായ, ഇപ്പോഴും മറുത്തൊരു പേരോ ഒരു വാക്കോ എന്നുള്ളതില്ലാതെ എന്ത് വിശേഷമുണ്ടായാലും എന്ത് നേട്ടമുണ്ടായാലും എന്ത് പോരിനിറങ്ങുകയാണെങ്കിലും പോയി തൊഴുന്ന കല്ലറ അദ്ദേഹത്തിന്റെ മകനാണ് പറയുന്നത് ഈ കാര്യങ്ങൾ. അപ്പോൾ അത് ഏത് വെട്ടിനിരത്തലിന്റെ ഭാഗമായിരിക്കും, അല്ലെങ്കിൽ അത് ഏത് പരിഭവത്തിന്റെ ഭാഗമായിരിക്കും? അല്ല മാധു, ഈ നേരത്തെ ഇവിടെ ശ്രീകുമാർ പറഞ്ഞപ്പോഴേ CPM പിന്നെ ഒരു സെക്രട്ടേറിയറ്റ് ഉണ്ടാക്കിയതിനെ പറ്റി പറഞ്ഞല്ലോ. സത്യം പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം അക്കോമഡേഷൻ ആയിരുന്നില്ല. അതൊരു വളരെ ബ്രില്യൻ്റായിട്ടുള്ള CPM ഒരു നടപടിയായിരുന്നു. അതായത് ഒരു വലിയ തലമുറ റിട്ടയർ ചെയ്യാൻ പോവാം, അപ്പം അവിടെയൊക്കെ പോളിറ്റ് ബ്യൂറോയിലേക്ക് വരാൻ പറ്റിയ ചെറുപ്പക്കാരുടെ ഭാഗത്തുനിന്ന് ആളുകളെ ഗ്രൂം ചെയ്തുകൊണ്ട് വരണം. അതിനുവേണ്ടിയാണ് അന്ന് സെക്രട്ടേറിയറ്റ് ഉണ്ടാക്കിയത്. അത് കുറച്ച് വർഷങ്ങളിൽ നിന്നുള്ള, എത്ര വർഷം നിന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതിലാണ് പ്രകാശ് കാരാട്ട് വരുന്നു, യെച്ചൂരി വരുന്നു, അതുപോലെ തന്നെ ബിമൻ ബോസ് വരുന്നു, SRP അതിലുണ്ടായിരുന്നു എന്ന് ഞാൻ ഓർക്കുന്നില്ല. ഞാൻ ഡൽഹിയിൽ പ്രവർത്തിക്കുമ്പോഴാണ് ഈ കമ്മിറ്റി വന്നത്. അതൊരു അതിമനോഹരമായ CPM ഭാഗത്തു നിന്ന് പുതിയ നേതാക്കളെ ഗ്രൂം ചെയ്ത് കൊണ്ടുവരുന്നതിനുള്ള നല്ലൊരു മൂവായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പിന്നെ ഈ വെട്ടിനിരത്തൽ എന്നൊരു പ്രയോഗം ഇവിടെ ഈ മാധു പറയുകയുണ്ടായി. അപ്പോൾ ഇത് ഈ ഒരു 59-13 ഈ ലിസ്റ്റ് ഒരു വെട്ടിനിരത്തലിന് ശേഷം വന്ന ഒരു ലിസ്റ്റാണെങ്കിൽ കുറച്ച് പേരെ വെട്ടിനിരത്താതിരുന്നായിരുന്നെങ്കിൽ ഇതിൻ്റെ അവസ്ഥ എന്താകുമായിരുന്നു എന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണ്ടേ. ഇപ്പോൾ നമ്മളിപ്പോൾ കേരളത്തിലെ കോൺഗ്രസ്സിലെ ഒരു പ്രശ്നം, എന്തൊരു ചർച്ച വന്നാലും അതിപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രസിഡൻറ്റിൻ്റെ ആണെങ്കിലും, അല്ലെങ്കിൽ ഞാൻ ചാണ്ടിമലിലേക്ക് വരാം, യൂത്ത് കോൺഗ്രസ് പ്രസിഡൻറ്റിൻ്റെ ആണെങ്കിലും, അല്ലെങ്കിൽ ഈ ഇതുപോലെ ജനറൽ സെക്രട്ടറി അല്ലെങ്കിൽ വൈസ് പ്രസിഡൻറ്റ്, അത്തരത്തിലുള്ള ആളുകളെ തീരുമാനിക്കുന്നതാണെങ്കിലും ആദ്യത്തെ പ്രതിയായിട്ട് വരുന്നത് KC വേണുഗോപാലാണ്. അത് വളരെ രസകരമായ കാര്യമാണ്. KC വേണുഗോപാൽ മാധു കേരളത്തിലെ ഒരു കോൺഗ്രസ് നേതാവിനും കിട്ടിയിട്ടില്ലാത്ത രീതിയിൽ അന്നത്തെ കോൺഗ്രസ് അറിയാം, ഇന്നത്തെ കോൺഗ്രസ് അറിയാം. പക്ഷേ ഇന്നത്തെ കോൺഗ്രസ്സിൽ അതുപോലെ സ്വാധീനം നിലനിർത്തുന്ന, ചെലുത്തുന്ന, വേണമെങ്കിൽ അധികാരം കൈയാളുന്ന ഒരു നേതാവാണ്. പണ്ട് നമുക്ക് KP മാധവൻ നായർ ഉണ്ടായിരുന്നു, ഏക ജനറൽ സെക്രട്ടറി ICC, അതുപോലെയൊക്കെയുള്ള ചരിത്രമുണ്ട്. ഇപ്പം ഈ സംഘടനാ ചുമതലയുള്ള ഒരു ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു റോള് തന്നെയാണ്. നമുക്കറിയാം അഹമ്മദ് പട്ടേലൊക്കെയാണ് പണ്ട് കാലങ്ങളിൽ അതൊക്കെ ചെയ്തുകൊണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും വേണുഗോപാലിനൊരു റോളുണ്ട്. അപ്പോൾ വേണുഗോപാലിന് താല്പര്യമുള്ള ചിലർ വരും. അതൊക്കെ എല്ലാ കാലത്തും അന്നൊക്കെ ഈ പുനഃസംഘടനാ ചർച്ചകളിലൊക്കെ ആർക്കായിരുന്നോ മേൽക്കൈ, അവരുടെയൊക്കെയുള്ള ആളുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മളൊരു കാര്യം നോക്കുക, ഈ ലിസ്റ്റൊന്ന് നോക്കുക, എല്ലാവരും അർഹരാണോ അനർഹരാണോ എന്നൊന്നുള്ള കാര്യത്തിലേക്ക് ഞാൻ പോകുന്നത്. പക്ഷേ ഈ ലിസ്റ്റിന് ചില പ്രത്യേകതകളുണ്ട്. ഇത് കുറച്ചുകൂടെ നല്ല റെപ്രസെൻറ്റേഷനുള്ള ഒരു ലിസ്റ്റായിട്ടാണ് എനിക്ക് തോന്നിയത്. അതിൽ സ്ത്രീകൾ 10-12% അതൊരു നല്ല ശതമാനമൊന്നുമല്ല, അതിൽ കൂടുതൽ വേണ്ടതാണ്. അതുപോലെ തന്നെ പിന്നാക്ക സമുദായക്കാരുണ്ട്, OBC, SC ST ഉണ്ട്, അതുപോലെ തന്നെ പഴയ ആളുകളുണ്ട്, പുതിയ ആളുകളുണ്ട്. സുധാകരൻ വന്നപ്പോൾ DCC പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞവരെ ജനറൽ സെക്രട്ടറി ആയിട്ട് കൊണ്ടുവരണമെന്ന് പറഞ്ഞിരുന്നു. അതിൽ കുറച്ച് പേര് വന്നിട്ട് അങ്ങനെ ഒരു വളരെ ഭേദപ്പെട്ട ഒരു ലിസ്റ്റായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പരാതികളുണ്ടാവും, അതിനകത്ത് വരേണ്ട ആളുകൾ പലരും ഉണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ഈ ചാണ്ടി ഉമ്മൻ്റെ കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവന വരുന്നത്. ഈ ചാണ്ടി ഉമ്മൻ്റെ പ്രസ്താവന പിന്നെ ഞാനൊരു പ്രത്യേക താല്പര്യം കൊണ്ട് ഞാനത് 2-3 തവണ കണ്ടു. മാധു കണ്ടു കാണുമല്ലോ, എന്നെക്കാൾ കൂടുതൽ കണ്ടു കാണും. എന്താ ശരിക്കും പറഞ്ഞാൽ ചാണ്ടി ഉമ്മൻ പറഞ്ഞത്? അയാൾ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഈ ജനീഷ് എന്ന് പറഞ്ഞ ആളല്ലേ പുതിയ പ്രസിഡന്റ്, ജമീഷോ, അയാൾ വരികയാണ്. അയാൾ അവിടെ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പിന്നെ ആദരാഞ്ജലികൾ അർപ്പിക്കാൻ വരുന്ന സമയത്ത് അദ്ദേഹം പറയുന്നത്, അപ്പോൾ അബിൻ്റെ കാര്യം ചോദിക്കുക, അബിനായിരുന്നില്ലേ പ്രസിഡന്റ് ആകേണ്ടതെന്നൊക്കെ ആളുകൾ ചോദിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞത് എന്തുവാ, ഇതുപോലൊരു അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. എൻ്റെ അച്ഛൻ്റെ 1ാം ചരമവാർഷികത്തിലാണ് എന്നെ ഈ സ്ഥാനത്ത് നിന്ന് ഔട്ട്റീച്ച് കമ്മിറ്റിയുടെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറ്റിയത്. അദ്ദേഹം അപ്പോൾ വളരെ വികാരഭരിതനായിട്ട് കണ്ണൊക്കെ നിറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, ഞാൻ ഇതെന്നോടൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ രാജിവെക്കുമായിരുന്നു, അതെനിക്ക് അപമാനമായിട്ടാണ് തോന്നിയത്. ഏതാണ്ട് അതേ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ അബിൻ വർക്കി വളരെ കഷ്ടപ്പെട്ട് യൂത്ത് കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ച വളരെ നല്ല ഒരാളാണ്. അയാളോടൊന്ന് ചോദിക്കേണ്ടതായിരുന്നു, അയാളോടൊന്ന് സംസാരിക്കേണ്ടതായിരുന്നു. അപ്പോൾ പക്ഷെ എനിക്ക് ഈ അനുഭവം ഉണ്ടായപ്പോൾ എന്താ ചെയ്തത്? ഞാൻ ചെയ്തത് പാർട്ടിയുടെ തീരുമാനമാണ്. ആ പാർട്ടിയുടെ തീരുമാനം ഞാൻ അനുസരിച്ചു. ഇപ്പോൾ ഇവിടെ അബിൻ വർക്കിയും അതുതന്നെയാണ് ചെയ്യേണ്ടത് എന്നാണ് ചാണ്ടി ഉമ്മൻ പറഞ്ഞ ചില വാക്കുകളിലോ വാചകങ്ങളിലോ ഞാൻ പറഞ്ഞതിൽ വ്യത്യാസമുണ്ടായി. ഇതിലെന്താ കുഴപ്പം?
ഇതെന്ത് വെട്ടിനിരത്തലിനെ കുറിച്ചാണ് ചാണ്ടിയുമ്മൻ പരാതി പറഞ്ഞതെന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ ഡൽഹിയിലേക്ക് വിടുന്ന ഉടനെ എന്തോ തകർത്ത് തരിപ്പണമാക്കാനാണ്, അയാളുടെ ഭാവി കളയാനാണെന്നൊക്കെ പറഞ്ഞു. എനിക്ക് അറിഞ്ഞുകൂടാ എത്രയോ പേര് ഡൽഹിയിൽ പോയി രക്ഷപ്പെട്ടിരിക്കുന്നു. രമേശ് മറ്റൊരു വിഷയത്തിലേക്ക് പോയതുകൊണ്ടാണ് ഞാൻ അവിടെ തന്നെ ഇടപെട്ടത്. അപ്പോ അതായത് ശ്രീ ചാണ്ടിയുമ്മൻ പറഞ്ഞത് ഞാൻ അങ്ങനെ ചെയ്തു, അബിൻ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്, അത് അവരുടെ ഭാഗത്ത് നിന്ന് ശരി. പക്ഷെ ചോദിക്കാതെയും പറയാതെയും ആ തരത്തിൽ പ്രവർത്തിക്കുന്ന രീതിയെ കുറിച്ച് അദ്ദേഹം കൃത്യമായി പറഞ്ഞു വെക്കുന്നുണ്ട്. അതെ, അദ്ദേഹത്തിനുണ്ടായ ഒരു അനുഭവം അബിൻ വർക്കിയുടേതുമായിട്ടൊന്ന് കമ്പയർ ചെയ്തു എന്നതിനപ്പുറത്ത് ഇതിനകത്ത് എനിക്ക് എന്താ ഒരു വലിയ പ്രശ്നമായിട്ട് തോന്നുന്നില്ല. ഞാൻ വേറൊരു കാര്യത്തിലേക്ക് പോവാണ്. രമേശ് ചെന്നിത്തല ഇത്രയും നേതാവായത് ഡൽഹിയിലെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിട്ട് പോയതുകൊണ്ടല്ലേ? അങ്ങനെ എത്രയോ നേതാക്കൾ, PC ചാക്കോ, വയലാർ രവി, അവരൊക്കെ ഒരു ദേശീയ നേതൃ പദവിയിലേക്ക് വന്നത്. ഇനി ഏറ്റവും അവസാനം പിന്നെ KC വേണുഗോപാൽ, അയാളെ MP ആയിട്ട് ഡൽഹിക്ക് വിട്ടുകൊണ്ടല്ലേ ഈ പൊസിഷനിലേക്ക് വന്നത്. അതെന്താ ആരും പറയാത്തത്? അയാൾ നന്നായല്ലോ. പിന്നെ ഞാൻ അവസാനമായിട്ട് ഒരു പോയിൻ്റ് പറഞ്ഞ് നിർത്തുകയാണ്. പിന്നെ മധു, ഇതൊരു വലിയ ജംബോ കമ്മിറ്റിയാണ്. എനിക്കതിനകത്ത് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. ഈ ജംബോ കമ്മിറ്റിയെ നമുക്ക് ഈ പാർട്ടിക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റുമോ? പറ്റും. എൻ്റെ ഒരു പ്രധാനപ്പെട്ട പോയിൻ്റ്, ഈ ജംബോ കമ്മിറ്റിയെ പാർട്ടിക്ക് തെരഞ്ഞെടുപ്പ് വർഷത്തിൽ നന്നായിട്ട് പ്രയോജനപ്പെടുത്താൻ പറ്റും. ഇപ്പോൾ 59 പേര് 60 വെച്ചു. അതിൽ 5 or 10 പേര് മതി KPCC ആഫീസിൽ ജനറൽ സെക്രട്ടറിയുടെ ജോലിയൊക്കെ നിർവഹിക്കാൻ. അത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ആളുകളെ അവർക്ക് 140 മണ്ഡലങ്ങൾ വിഭജിച്ച് ഓരോ ജനറൽ സെക്രട്ടറിക്കും 2 or 3 കോൺസ്റ്റിറ്റ്യുവൻസിയുടെ ചുമതല കൊടുക്കുക. ഇനി സമയമുണ്ട് പ്രവർത്തിക്കാൻ, 6-8 മാസമുണ്ട്. ഈ ജനറൽ സെക്രട്ടറിമാരെ വീതിച്ച് അങ്ങനെ കൊടുക്കണം. 13 പിന്നെ വൈസ് പ്രസിഡന്റുമാരുണ്ട്. 14 ജില്ലകളാണല്ലോ അത്. അപ്പോൾ ഓരോ വൈസ് പ്രസിഡന്റുമാർക്കും ഓരോ ജില്ലയുടെ, മറ്റേത് 2 മണ്ഡലങ്ങൾക്കാണെങ്കിൽ ഓരോ ജില്ലയുടെ ചുമതല കൊടുക്കുക, അവർ സൂപ്പർവൈസ് ചെയ്യട്ടെ. പിന്നെ ഈ പിന്നെ വർക്കിംഗ് പ്രസിഡന്റുമാർ 3 പേരുണ്ടല്ലോ, അതിലൊരാൾ KPCC ആഫീസിലെ കാര്യങ്ങളൊക്കെ നോക്കട്ടെ, ബാക്കി 2 പേര് 7 ജില്ലകളുടെ വീതം സൂപ്പർവൈസേഷൻ നടത്തട്ടെ. അങ്ങനെ പ്രവർത്തിച്ച് നോക്കിയാൽ യൂത്ത് കോൺഗ്രസ് ഇന്നൊരു പ്രഖ്യാപനം അല്ലെങ്കിൽ പ്രസ്താവന മാതൃഭൂമിയിലോ മറ്റോ ഞാൻ കണ്ടു. അവർ പറയുന്നത് പാർട്ടിയുടെ സ്ക്വാഡ് വർക്കുകൾ ചെയ്യാൻ ഞങ്ങളൊരു വലിയ ടീമിനെ തയ്യാറാക്കി ഞങ്ങളത് ചെയ്യാമെന്നാണ്. അവർക്ക് നേതൃത്വം കൊടുക്കട്ടെ ഈ ജനറൽ സെക്രട്ടറിമാർ. ആ ജനറൽ സെക്രട്ടറിമാർക്ക് നേതൃത്വം ഒരു സൂപ്പർവിഷൻ കൊടുക്കട്ടെ ഈ വൈസ് പ്രസിഡന്റുമാർ. അവരെ ഒന്ന് നോക്കട്ടെ ഈ പിന്നെ വർക്കിംഗ് പ്രസിഡന്റുമാർ. ഞാൻ പറഞ്ഞ ഈ ജംബോ കമ്മിറ്റിയാണ് അതിനെ ഈ തെരഞ്ഞെടുപ്പ് വർഷത്തിൽ പുതിയ KPCC പ്രസിഡന്റും അതിന് ദേശീയ ജനറൽ സെക്രട്ടറിയുടെ ഒക്കെ ഇത് സഹായം വേണം. പ്രതിപക്ഷ നേതാവ് ഇവർ 3 പേരും കൂടി ഇരുന്ന് ചിന്തിച്ചാൽ, ഒപ്പം മുരളിയെയും അല്ലെങ്കിൽ സതീശനെയും ഒക്കെ രമേശിനെയും ഒക്കെ ഇരുത്തി ചിന്തിച്ചിട്ട് അങ്ങനെ ഒരു സ്കീം ഇടട്ടെ. KPCCക്ക് ഒരു ഇന്നോവേറ്റീവായ ഒരു സ്കീം കൊണ്ടുവന്നാൽ വലിയ തെരഞ്ഞെടുപ്പ് വർഷത്തിൽ പ്രയോജനപ്പെടുത്താൻ പറ്റും. ഓക്കെ, അങ്ങ് പറഞ്ഞതൊക്കെ ശരിയാണ്. പക്ഷേ ഈ പറയുന്നത് പോലെ അക്കോമഡേഷൻ നടക്കുമ്പോൾ അത് എത്രത്തോളം നടക്കും, അല്ലെങ്കിൽ അത് കാര്യം മാത്രം അങ്ങനെ അക്കോമഡേറ്റ് ചെയ്തല്ലോ. അക്കോമഡേഷനിലൂടെ വരുമ്പോൾ ഈ ഇതൊക്കെ ഇത്തിരി അധ്വാനമുള്ള കാര്യമാണല്ലോ. ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ 60 അല്ല കേൾക്കൂ, 60 ജനറൽ സെക്രട്ടറിമാരുണ്ട്. ഇവര് രാവിലെ ഒരു പേഴ്സ് എടുത്ത് പോക്കറ്റ് വെച്ച് 500 രൂപയും ആ പോക്കറ്റ് വെച്ചിട്ട് KPCC ആഫീസിന്റെ വാതിൽക്ക് വന്ന് നിൽക്കണ്ട. ഈ വൈസ് പ്രസിഡന്റുമാരും അവർ പോകണം മണ്ഡലങ്ങളിലേക്ക്. അവരെയൊക്കെ അങ്ങനെ പണിയെടുക്കാൻ, പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കാൻ ആളുകൾ ഉണ്ടാകും എന്നുള്ളതാണ്. അല്ലാതെ ഓരോ ഗ്രൂപ്പിൽ നിന്നും എഴുതി കൊടുക്കുന്ന പേരിന്റെ പേരിലാകുമ്പോൾ അതൊക്കെ ഉണ്ടാകുമോ എന്നുള്ളത്. ശരി, കോൺഗ്രസ് അങ്ങനെ സാധിക്കട്ടെ എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്.